പക്ഷെ ഈ ഇപ്പം എടുക്കുന്ന ഞാൻ മരിച്ചു പോണമെങ്കിൽ എൻ്റെ ആയുസ്സ് തീർന്നിരിക്കണം. അതിനിപ്പം ഞാൻ വീട്ടിൻ്റെ അകത്തിരുന്നാലും മതി. ഒരു ഫാൻ പൊട്ടി വീണാലും പോരെ. സമയം അവസാനിക്കണമെങ്കിൽ അതായാലും പോരെ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയാലും ഇപ്പം എന്താ പ്രശ്നം? കുറച്ച് ക്രേസി ആണല്ലേ? ക്രേസി അല്ല. ആ. കാരണം നോ എന്നൊരു കാര്യം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സാധനം ഒരാൾ വന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ നോ എന്ന് പറയാറില്ല. ഉം, 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 എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കും. ഉം. മാക്സിമം ചെയ്തു കൊടുക്കും എന്താണെങ്കിലും. എന്നെക്കൊണ്ട് പറ്റുന്നത്. അത് ഞാൻ നോ എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഇന്ന ചെയ്തൂടെ? ചെയ്യാം. ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ ഈ കാലിനുള്ള ഈ വേദന ഇനി ലൈഫ് ലോങ് ഉണ്ടാവില്ല. അപ്പൊ ആ നിമിഷത്തെ പഴിക്കോ? ആ നിമിഷത്തെ ഞാൻ പഴിച്ചിട്ട് എന്താ കാര്യം? അതൊക്കെ കൊണ്ടല്ലേ ഞാൻ ഇത്രയും പടങ്ങൾ വർക്ക് ചെയ്ത് ഇവിടെ എത്തിയത്. ഇപ്പം നിങ്ങൾ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ആ വേദനയ്ക്ക് ഒരു സുഖമുണ്ട്. ആ പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് നാട്ടുകാർ പറയും. കാര്യം ഇവർ AC റൂമിലാണ്, ഈ മറ്റേ 10 ലക്ഷം 20 ലക്ഷത്തിൻ്റെ വണ്ടി എല്ലാവരും പറയും. പക്ഷെ നമ്മൾ നിന്ന് ചെയ്യുന്നത് ഒരു ദിവസം കാണാൻ വരെ എൻ്റെ സുഹൃത്തുക്കൾ പോലും ലൊക്കേഷനിൽ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ ഇന്ന് വരെ. കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യാം എന്നിട്ട് അവർ പൊക്കളയും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതിങ്ങനെ പല പ്രാവശ്യം എടുക്കുന്നത് ഇതൊന്നും അവർക്ക് ഡൈജസ്റ്റ് ചെയ്യില്ല. നമ്മൾ പടി കയറുന്നു തിരിച്ചു വരും, വീണ്ടും പോകുന്നു വരും. അപ്പോൾ ഈ ഒരു സാധനം അവർക്ക് ഡൈജസ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യാണ് ചെയ്യുക. ഒരു ടേക്ക് കൂടെ ഒരു ടേക്ക് കൂടെ. ഇപ്പോൾ ഫൈറ്റിലാണെങ്കിൽ എത്ര 5 പ്രാവശ്യം 10 പ്രാവശ്യം ചിലപ്പോൾ വീഴേണ്ടി വരും. ഇന്നാണെങ്കിൽ നമ്മൾ വീഴുന്നു, അപ്പുറത്ത് ഒരാൾ ഫ്രെയിമിലുണ്ടെങ്കിൽ എറേസ് ചെയ്ത് കളയാമെന്ന് പറയും. അന്ന് അങ്ങനെയല്ല പറയണം, റീടേക്കേ ഉള്ളൂ. അതുപോലെ ലാല് ഞാനൊക്കെ ഡ്യൂപ്പില്ലാതെ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഉം. കുരിശ് യുദ്ധം എന്നുള്ള പടത്തിൽ ഡ്യൂപ്പില്ലാതെ ഞാനും ലാലും ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ. അപ്പൊ ഈ ഗ്ലാസിന് ചെറിയ ചെറിയ ചീടുകളൊക്കെ കേറില്ലേ? അങ്ങനെ കയറില്ല അത്. പക്ഷെ നമ്മുടെ അതായത് ഇത് ചാടുമ്പോൾ മാസ്റ്ററും കൂടെ അടിക്കുക, അല്ലാതെ ബ്രേക്ക് ആവില്ല. അത് ആ, യെസ്, യെസ്, യെസ്. ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും അതിന്, അല്ലാതെ ബ്രേക്ക് ആവില്ല. ഈ ഷുഗർ ഗ്ലാസ് അല്ലേ ഇത്. ഇന്നിപ്പോ അത് വാക്സ് ആയി ആ അല്ലേ? ആ, നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കിടക്കുള്ളൂ ഷോട്ട് കട്ട് ചെയ്യണവർ. ആ. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ വന്ന് ഡ്രസ്സൊക്കെ തന്നെ ഊരി വെള്ളമൊക്കെ ഒഴിച്ചത് കളയും. ഓക്കെ. ഇല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മുറിയും. വെള്ളം ഒഴിച്ച് കളഞ്ഞ് വീണ്ടും ഡ്രസ്സ് ചെയ്ത് അടുത്ത ഷോട്ടിലേക്ക്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ക്രിസ്റ്റൽ ഇതൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ടൊക്കെ മാറി ശരി. ലാൽ സാറും സാറും കൂടി മറ്റേ ഒരു അടിമപ്പടത്തില് മുളമൊട്ടിലടി. അടിമയിൽ രണ്ടുപേരും അടിക്കുന്നത് റിയൽ വടികളാണല്ലേ? അതെ. അപ്പൊ അടിമേത്ത് കൊണ്ടിട്ടില്ലേ? അടി അങ്ങനെ മേത്ത് കൊണ്ടിട്ടില്ല, എന്നാലും കയ്യിലൊക്കെ നമുക്കത് കൊള്ളും. പക്ഷെ അത് ആ വടിത്തല്ലെടുത്ത് എനിക്ക് തോന്നുന്നു അത് സിംഗിൾ ഷോട്ട് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. കാര്യം വെച്ചാൽ ലാസ്റ്റ് ഫിലിമാണ്. 300 അടിയെങ്ങാണ്ടേ ഉള്ളൂ, 200 300 അടിയേ ബാക്കിയുള്ളൂ. പക്ഷെ 200 അടി 250 250 അടി ഫൈറ്റ് വേണം. അപ്പോൾ മാസ്റ്റർ തന്നെയാണ് സൈഡിൽ നിന്നിട്ട് ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞ ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യുക. അപ്പം ഷോട്ട് അടിച്ച് അങ്ങനെ പോകുമായിരുന്നത്. ഇല്ലെങ്കിൽ ഫിലിം തീർന്നു കഴിഞ്ഞാൽ ഇല്ല. ലാസ്റ്റ് ഡേ ഞങ്ങൾ ഈവനിങ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു ബാംഗ്ലൂരിൽ നിന്ന് വരാനായിട്ട് ചെന്നൈക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന്. ഈ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള ട്രാൻസിഷൻ വന്നപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും മൊത്തത്തിൽ ഡിസിപ്ലിൻ കുറച്ച് കുറഞ്ഞു. അതായത് എത്ര കുറേ വേണമെങ്കിൽ എടുക്കാമല്ലോ, കുറേ എടുത്തു കൂട്ടാം, അങ്ങനത്തെ ഒരു ചിന്ത വന്നു ഒന്ന്. രണ്ട്, ആർട്ടിസ്റ്റുകളുടെ ഡെഡിക്കേഷനും അല്ലാതെ കുറഞ്ഞു. അതായത് ഇപ്പോൾ വിഷ്ണു ലോകത്തിലെ പടം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കത്തുന്ന ടയർ എടുത്തിട്ടുള്ള അഭ്യാസം കാണിക്കുന്നത് ശ്രീ മോഹൻലാൽ തന്നെയാണ്. അത് ടൈറ്റായി പോയി. ലാലിന്റെ ഫ്രെയിം വലുതല്ലേ. സാധാരണ ഇത് വെളിയിൽ കാണിക്കുന്നത് മറ്റേ തിരി പോലത്തെ പിള്ളേരായിരിക്കും. ഇത് ജാമായി പോയി. എന്നിട്ട് അതിങ്ങനെ പുകഞ്ഞു പോയത്. അതാണ് വെള്ളം കോരിയൊക്കെ പിന്നെ പുറത്തൊഴിച്ചോണ്ട് വന്നത്. തോർത്തിൽ വെള്ളം നോക്കിയിട്ട് പുറത്തിങ്ങനെ തട്ട് അങ്ങനെയൊക്കെ. ഞാനുണ്ട്, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കില്ലേ ഇത്. ഞാനും മണിയമ്പിള്ള രാജു ഉണ്ടല്ലോ. അപ്പം ഞങ്ങളൊക്കെ പിന്നെ പോയിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. നല്ല പോലെ പുകയുണ്ട്. അതിൽ റൂമിൽ പോകണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല 2 ഷോട്ടല്ലേ അത് തീർത്തിട്ട് പോകാം ഇങ്ങനെ പറയുള്ളൂ. അടുത്ത 2 ഷോട്ടും തീർത്തിട്ടാണ് ലാൽ റൂമിൽ പോകുന്നത്. റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വന്ന് AC ഇടുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കും, പൊടി വെള്ളം ഒഴിക്കും. അങ്ങനെ നിന്നിട്ടുണ്ട്. പുകഞ്ഞു പോയി, രോമമൊക്കെ കത്തുന്ന മണം വരും. എന്നാലും ഹീൽ ഡു ഇറ്റ്, നോ പറയില്ല. ശരിക്കും ചോരയും നീരിലും കെട്ടിപ്പടുത്ത സിനിമയായിരുന്നു അന്ന്. പിന്നെ അന്ന് പക്ഷെ അതൊരു നമുക്കെന്ന് പക്ഷെ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഇപ്പം മോഹിനിയാട്ടത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം ഈ ന്യൂജൻ എങ്ങനെയാണ് എന്നുള്ളൊരു സംഭവം. പഴയ സിനിമയെക്കുറിച്ചാണല്ലോ എപ്പോഴും നമ്മൾ പോഴ്ത്തി പറയാറ്. അവിടെ എല്ലാവരും ഒരുമിച്ചാണ്, കെട്ടുറപ്പുണ്ട് എന്നൊക്കെ പറയുന്നത്.
പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സുഖം തോന്നി എനിക്ക്. ഉം. പഴയതിനേക്കാളിലും കട്ടുറപ്പ് ഇതിനാണോ എന്നൊരു സംശയം തോന്നി ഇപ്പോൾ. എന്ന് ഓക്കെ. വെച്ചാൽ എല്ലാം പിള്ളേരല്ലേ, വളരെ ഫ്രീ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റലിൽ വന്നുകൊണ്ടല്ല അത്. ആ. അന്നെന്ന് പറയുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സാധനമുണ്ട്. നമ്മളടുത്ത് ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വിളിച്ചു പറയും, ഉം. ഒരടി 120 രൂപയാണ് ഫിലിമിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഷോട്ട് ഒരു ടേക്ക് പോലെ കളയരുതെന്ന് പറയും. അപ്പോൾ നമ്മൾ ഡയലോഗ് പറയാൻ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻസ്ഡ് മൂഡ് വരും, ഒരു ബലം പിടുത്തം. ഉം, 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 ഉം. അത് അന്ന് എല്ലാവർക്കും കുറെ ബലം പിടുത്തം. ഫിലിം അടിക്കുന്ന ശബ്ദം കേട്ടാൽ അതുകൊണ്ട് ഫിലിം അടിക്കുന്ന ശബ്ദം മാത്രമല്ല, ക്ലാപ്പ് ഇല്ലേ, ആ. സീൻ 3 മറ്റേ ഷോട്ട് നമ്പർ 2 ടേക്ക് 1 ടിം ഒരു അടിയും കൂടെ അടിക്കുമ്പോഴത്തേക്കും ഒരു ഇത് കൂടെ വരും. അപ്പോൾ അന്നത്തെ അതിൽ നിന്ന് വന്ന് ഇപ്പം ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ആ. അതിൻ്റെതായ ഷോട്ടിൽ കാണാനും ഉണ്ടാവും, ഈസിനെസ് ഫ്രീ. ഈസിനെസ് അതിലുണ്ട്. ഓക്കെ. മറ്റേ ഇല്ല, മറ്റേ നമുക്കൊരു ബലം പിടുത്തം വരും, സ്വാഭാവികമാണ്. കഴിഞ്ഞ റിഹേഴ്സലിന് ടൈമില്ല, നമ്മൾ ചെല്ലും. പിന്നെ ഈ ഹീറോസിനൊക്കെ ഓഫ്കോഴ്സ് അവർക്ക് ചിലപ്പോൾ ഒരു 2-3 വർഷം ഈ കഥ അറിയാമായിരിക്കും. അത് പൊളിച്ചെഴുതി വായിച്ച് തറവായിട്ടാണ് ഇവർ വരുന്നത്. ഇപ്പം വില്ലനൊക്കെ ചെയ്യുന്നത്, ഇപ്പം ഞാൻ എന്നെ പോലെ വില്ലൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാം, നമുക്കൊരു 4 ദിവസം ഉണ്ട് ഇല്ല വില്ലനാണേ മറ്റേ ഓക്കെ, നമ്മൾ അവിടെ ചെന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടറോ അസോസിയേറ്റോ വന്നിട്ട് ഈ സാധനം പറഞ്ഞു തരുന്നത്. ഇതാണ് ഡയലോഗായിട്ട് ഇപ്പോൾ എടുക്കാൻ പോണ സീൻ ഇതാണ്. ആദ്യമൊക്കെ നമ്മൾ ചോദിക്കും, അപ്പോൾ സീനാണോ, ഓക്കെ, അവിടെ ചെന്ന് നമ്മൾ തോന്നുന്ന പോലെ പറയുകയാണ്. ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചോദിച്ചു തുടങ്ങി, ഈ സീനിന് മുന്നേ ഉള്ള സീൻ ഏതാണ്, ഇത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ചോദിച്ചു തുടങ്ങി. അല്ലാതെ നമുക്കന്ന് ഈ സ്ക്രിപ്റ്റ് ഒന്നും നേരത്തെ കൊണ്ട് തരുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ അതുണ്ട്. മോഹിനിയാട്ടത്തിന് സ്ക്രിപ്റ്റ് കിട്ടിയോ? പിന്നെ അവർ സ്ക്രിപ്റ്റ് തരുന്നുണ്ടല്ലോ, എല്ലാവർക്കും കോപ്പി കൊടുക്കല്ലേ, സീൻ കോപ്പി, ഇല്ലെങ്കിൽ ഫോണിൽ അയക്കും, നെക്സ്റ്റ് ഡേ ഉള്ളത് അയക്കുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആവണം എന്നില്ല നമ്മൾ എടുക്കുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ മാറും കുറേ. എന്നാലും നമുക്കൊരു എന്താ ഒരു ചെറിയൊരു എന്താ പറയുക തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം അതിലുണ്ടാവും. പിന്നെ അവിടെ വരുമ്പോഴത്തേക്ക് കുറെ കൂടെ ഫ്രീ ആയിരിക്കും, ചില വാക്കുകൾ മാത്രമേ മാറുണ്ടാവുള്ളൂ. പിന്നെ ഒരു ഹോംവർക്ക് പോലെ ഉണ്ടായിരുന്നു, ആ സീനിലുള്ളവരെല്ലാം കൂടെ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ കയറുക, ക്യാരവനിൽ അവിടെ ഇരുന്നിട്ട് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അസോസിയേറ്റും എല്ലാ ആർട്ടിസ്റ്റും കൂടെ ഇരുന്നിട്ട് ഈ ഡയലോഗ് മുഴുവൻ പറഞ്ഞു നോക്കുക. ഒരു 2-3 പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ തറവായി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് പറയാം, മറ്റേതല്ല ഷോട്ട് ബൈ ഷോട്ട് പറയുക. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല. ഇപ്പം മറ്റേ ഇത് പോയി എന്ന് പറയാൻ പറ്റില്ല. ഒരു മോണിറ്ററിൽ നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നുകൂടെ എടുത്താലോ അത് നമ്മൾ ചോദിക്കും, സ്വാഭാവിക. അതൊക്കെയാണ് ടൈം കൺസ്യൂമിങ് ആയിട്ട് വരുന്നത്. ഈ മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണർ, ഒരു പ്രത്യേക തരം തമാശ. അതെ, ആ തമാശക്കകത്ത് ഒരു ക്രൂരതയുണ്ട്, ഉണ്ട്. എന്നിട്ടും അത് ആസ്വദിച്ച ആളുകൾ കാണുന്നു, ഉണ്ട്. കുടുംബത്തോടുകൂടി ആളുകൾ കാണുന്നു. ശരിക്കും മലയാളിയുടെ കാഴ്ചാശീലങ്ങൾ മാറി, സിനിമ രീതികൾ മാറി, സിനിമ മൊത്തത്തിൽ മാറി. ഇത് പ്രതീക്ഷ വെക്കാവുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പ്രതീക്ഷ വെക്കാവുന്ന സ്ഥാനത്തേക്ക് തന്നെയാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾ ഇപ്പോൾ അതിലൊരു ക്രൈം ഉണ്ടെങ്കിലും അവരതിനെ ഒരു തമാശയായിട്ടാണ് എടുത്തിട്ടുള്ള എല്ലാവരും. കണ്ടിട്ട് ചിരിച്ച് മണ്ണ് തപ്പി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ എഴുതിയിരിക്കണം. ഇന്നലെ കാലിക്കട്ടിൽ നിന്നൊക്കെ വന്ന റിപ്പോർട്ട്സ് ഉണ്ട് ഇതിൽ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ അയച്ചിട്ടുള്ളത്. അപ്പം ഞാനെങ്ങനെ സൈജുവിന് കേൾപ്പിച്ചു കൊടുത്തു, സൈജു കുറുപ്പിന്. അപ്പോൾ അവർ എൻജോയ് ചെയ്യാണ്. ഇപ്പം സ്ത്രീകളാണെങ്കിൽ തന്നെ അവർ എൻജോയ് ചെയ്യുക. മറ്റേ ശരി ചെറുപ്പക്കാർ എൻജോയ് ചെയ്തു, ഓക്കെ. ഇതല്ല, ഇത് ഏജ് ഉള്ളവർ തന്നെയാണ് കണ്ടിട്ട് പറഞ്ഞാൽ ചിരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. അപ്പം അവരുടെ എല്ലാം മാറിയോ എന്നുള്ളതല്ല, ഒരു ചേഞ്ച് എന്നൊരു സാധനം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എപ്പോഴും നമുക്കൊരു ചേഞ്ച് വേണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ചേഞ്ച് എന്താണ്, അതിനോടാണ് നമുക്ക് താല്പര്യം കൂടുതൽ വരിക. അപ്പോൾ ഇത് ആദ്യമായിട്ട് വന്നൊരു സംഗതി ആയതുകൊണ്ട് കയറി പിടിച്ചതാണ്. പിന്നെ ആദ്യത്തെ പാർട്ട് എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം മേനോൻ്റെ ഇസബെല്ല പോയിട്ടുണ്ടായിരുന്നില്ല, ടി വിയിൽ വന്നപ്പോൾ എന്തെങ്കിലും കാണാൻ തുടങ്ങി. സിബി മലയിൽ മോഹൻലാലിൻ്റെ ദശരഥ, അതും റിലീസായപ്പോൾ ഓടിയില്ല. എന്ന് വെച്ചാൽ ആ പടങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു 4-5 വർഷം മുന്നേ ഓടുക, കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന പടങ്ങളാണ് പെട്ടെന്ന് നിൽക്കാതെ പോണത്. ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സും അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ പടങ്ങൾ വിജയിക്കും. പണ്ടത്തെ ഒരു 80s 90s തുടർച്ചയായി സിനിമകൾ ചെയ്തിരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ പലപ്പോഴും ആളുകൾ പറയായിരുന്നു, ഇങ്ങനെ കാരവാനിലൊന്നും പോവാതെ എല്ലാവരും ഒരു മുറിയിൽ. കാരവൻ ഇല്ല, കാരവാൻ ഇല്ല, അന്ന് കാരവാൻ കൾച്ചർ ഇല്ല. എല്ലാവരും ഒരു മുറിയിൽ, അല്ലെങ്കിൽ വസ്ത്രം മാറുന്നത് പോലും ലൊക്കേഷൻ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും. ചിലപ്പോ മരത്തിന്റെ അവിടെ അപ്പുറം ഇപ്പുറം കോസ്റ്റ്യൂമർ 2 പേര് അപ്പുറം ഇങ്ങനെ ഒരു മുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും, നമ്മളപ്പുറത്ത് നിന്ന് മാറുന്നുണ്ടാവും.
ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ന് കുറേ സൗകര്യങ്ങൾ കൂടി. പക്ഷെ ഇന്ന് അത്രയും സൗഹൃദങ്ങളില്ല എന്ന് പറയുന്ന ഒരു കംപ്ലയിന്റ്സ് കേൾക്കാറുണ്ട്. അതിന് എത്രമാത്രം സത്യമുണ്ട്? സൗഹൃദമില്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിൽ ഉള്ളവരിൽ അവർ തമ്മിൽ സൗഹൃദമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഈ സൗഹൃദം ഇല്ല ഇന്നത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ആൾക്കാരല്ല പറയുന്നത്. പണ്ട് ഇതായിരുന്നു എന്ന് ഇന്നത്തെ ആൾക്കാരല്ല പറയുന്നത്. പണ്ടുള്ള ഞങ്ങളെ പോലെയുള്ളവരാ പറയണേ. ഉം, 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 ഉം. അന്ന് ഞങ്ങൾക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്ന് പറഞ്ഞ പുതിയ വന്നൊരു കുട്ടിയുടെ അടുത്ത് എനിക്ക് സൗഹൃദം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞില്ല അർത്ഥം എന്താ? ഉം, 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 ഒരു ഉം. കുട്ടിയുടെ അടുത്ത് അത് പറയുന്നതിൽ ഒരിക്കലും ഇല്ല.